ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതുക്കിയ താൽപര്യത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ. ആർട്ടിക് ദ്വീപിന്റെ ഭാവി ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും ബാഹ്യ ഇടപെടലുകൾ നിരസിക്കുന്നുവെന്നും നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. എം.ജി. മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ട്രംപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനു മുൻപും നടത്തിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇപ്പോൾ നൽകിയ മുന്നറിയിപ്പിന് അതിനെത്രത്തോളം പ്രസക്തിയുണ്ട്? അനുശ്രീ, അതായത് ഈ ഗ്രീൻലാൻഡിനെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇത് ആദ്യമായല്ല. അതായത് ഏകദേശം ഒരു 157 വർഷത്തിന്റെ ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അന്ന് മുതൽ 1861 മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക രംഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പല ഘട്ടങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഈ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എങ്കിൽ പോലും തന്നെ അതൊന്നും തരത്തിൽ ബലവത്തായ രീതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ 1946 ഇങ്ങനെ ഒരു നടപടി ഇത്തരത്തിൽ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത് അത് ഒരു തരത്തിൽ ഇങ്ങനെ വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കൈമാറ്റം എന്ന രീതിയിലേക്കൊക്കെ പോയുവെങ്കിൽ പോലും തന്നെ അത് പിന്നീട് ഒരു രഹസ്യ രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ ആയിരുന്നു അതിൻ്റെ ഭാഗമായി നടന്നിരുന്നുവെങ്കിൽ പോലും തന്നെ അതും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ വാർത്തകൾ വരുന്നത് ഏകദേശം 1991 പോലും ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. പുറം ലോകം അറിഞ്ഞു വരികയും ചെയ്തത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. എന്തായാലും ഈ മോഹം, ചിരകാല സ്വപ്നമായിട്ടുള്ള ഈ ഒരു മോഹം നടപ്പിലാക്കുമെന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ 2019 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നത്. പിന്നാലെ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെനസ്വേലയിൽ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അടുത്തത് അതായത് ഈ ഗ്രീൻലാൻഡിനെ അമേരിക്കൻ പതാക പുതപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ്, അതായത് അടുത്തത് ഗ്രീൻലാൻഡ് ആണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണം യുഎസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത അനുയായിയായിട്ടുള്ള കാറ്റർപില്ലറാണ് ഇത് സംബന്ധിച്ചുള്ള ചില ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അതിനെതിരെ വലിയ പ്രതിഷേധവുമായി ഡെൻമാർക്ക് ആദ്യം രംഗത്ത് വരുന്നത്. ഒരു തരത്തിലും രാജ്യം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണം ഡെൻമാർക്കിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പിന്നാലെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി രംഗത്ത് വരുന്നത്. അതായത് ഇങ്ങനെയുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് ഒരു തരത്തിലും അമേരിക്കയ്ക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സഖ്യകക്ഷികളുടെ ഇടയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കും. അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ പാടില്ല, അതിൽ നിന്ന് പിന്തിരിയണമെന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഡെൻമാർക്കും കടുത്ത രീതിയിലുള്ള ഭാഷയിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻലാൻഡ് എന്ന ഈ ഒരു ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപരാഷ്ട്രമായിട്ടുള്ള ഈ ഒരു ഗ്രീൻലാൻഡിനെ എന്തുകൊണ്ട് അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഇത്തരത്തിൽ സ്ഥാനം പോലെ തന്നെ ഏകദേശം ഗ്രീൻലാൻഡിലെ ഈ ധാതു നിക്ഷേപവും അമേരിക്കയെ സംബന്ധിച്ച് അവരെ വലിയ രീതിയിൽ അവിടെ ആകർഷിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ